നമസ്കാരം. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളും അവയുടെ ചില പ്രധാന വിവരണങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അശ്വതി നക്ഷത്രത്തിന്റെ രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ്. രാശ്യാധിപനാകട്ടെ ചൊവ്വയാണ് അല്ലെങ്കിൽ സുബ്രഹ്മണ്യനാണ്. അശ്വതി നക്ഷത്രം വരുന്ന ഗണം ദേവഗണമാണ്. നമുക്കറിയാം, ദേവഗണം, മനുഷ്യഗണം, അസുരഗണം എന്നിങ്ങനെ മൂന്നായി നക്ഷത്രങ്ങളെ തിരിച്ചിട്ടുണ്ട്. അശ്വതി നക്ഷത്രത്തിന്റെ ദേവത അശ്വനി ദേവതകളാണ്. നക്ഷത്ര ദേവതാ മന്ത്രം ഓം അശ്വനി കുമാരാഭ്യാം നമ എന്നതാണ്. മൃഗം, അശ്വതി നക്ഷത്രത്തിന്റെ മൃഗം കുതിരയാണ്. പക്ഷി പുള്ളാണ്. വൃക്ഷം കാഞ്ഞിരമാണ്. നാമാക്ഷരം ആയാണ്. മന്ത്രാക്ഷരം നായാണ്. അശ്വതി നക്ഷത്രക്കാർ തങ്ങളുടെ നക്ഷത്ര മൃഗം, പക്ഷി എന്നിവയെ ഉപദ്രവിക്കാതെ സംരക്ഷിക്കുകയും നക്ഷത്ര ദേവതാമന്ത്രവും രാശ്യാധിപ ധ്യാനവും നിത്യവും ഭക്തിയോടെ ജപിക്കുകയും നാമാക്ഷരമോ മന്ത്രാക്ഷരമോ ആരംഭിക്കുകയോ ഉൾപ്പെടുകയോ ചെയ്യുന്ന നാമധേയം ജാതകർക്കോ അല്ലെങ്കിൽ അവരുടെ ഭവനത്തിനോ വാഹനങ്ങൾക്കോ കച്ചവട സ്ഥാപനങ്ങൾക്കോ നൽകുകയും ചെയ്യുന്നതും അതീവ ഗുണപ്രദമാണ്. സൂര്യ, ചൊവ്വ, വ്യാഴ ദശകളിൽ ഇവരൊക്കെയും നഷ്ടപരിഹാരം ചെയ്യേണ്ടതുണ്ട്. അനുഗ്രഹ ജന്മങ്ങളായ മകം, മൂലം എന്നിവയിലും നക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തേണ്ടതുണ്ട്. ഗണപതി പ്രീതി നടത്തുന്നത് അത്യുത്തമമാണ്. ഭദ്രയെയും മുരുകനെയും ആരാധിക്കുന്നതും ഗുണപ്രദമാണ്. അശ്വതിയും ചൊവ്വാഴ്ചയും ഒത്തുവന്നാൽ മുരുക ഭജനം നടത്തുകയും ചെയ്യണം. ഗ്രഹനിലയിൽ കേതു നിൽക്കുന്നത് 2-ാം ഭാവത്തിലാണെങ്കിൽ ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ട് ഗണപതി ഹോമം നടത്തണം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇത് അത്യുത്തമമായിരിക്കും. സൂര്യോദയത്തിന് മുൻപ് യഥാവിധി പൂർത്തിയാക്കുന്ന ഗണപതി ഹോമമാണെങ്കിൽ ഫലം സുനിശ്ചിതമായിരിക്കും. സ്ഥാനചലനമുണ്ടാക്കുന്ന പാദവേദ ദോഷമുള്ളതിനാൽ തൃക്കേട്ടയുമായി വിവാഹം പാടില്ല. അഥവാ ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംവാദന സൂക്ത മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കണം. അശ്വതി നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത അശ്വനി ദേവതകളാണ്. ദേവതാമന്ത്രം ഉത്തമ ഫലം നൽകും. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ പല വിഷയങ്ങളെക്കുറിച്ചും സാമാന്യ ജ്ഞാനമുള്ളവരാണ്. ഇവർക്ക് ഊർജ്ജസ്വലതയോടും ബുദ്ധിപൂർവമായും ഉത്സാഹത്തോടു കൂടിയും പ്രവർത്തിക്കാൻ സാധിക്കും. ഇവരിൽ കലാരസികതയും വിനോദപ്രിയവും ഉണ്ടായിരിക്കും. വിവേകശക്തി, ചുറുചുറുക്ക്, പ്രസരിപ്പ്, ചൈതന്യം, ശാന്തഗാംഭീര്യം എന്നിവ ഇവരുടെ വിശേഷ ഗുണങ്ങളാണ്. ഒരു കാര്യം വേണമെന്ന് നിശ്ചയിച്ചാൽ അതിലേക്ക് നിരന്തരം പ്രയത്നിക്കുന്ന സ്വഭാവം ഇവരിൽ കാണും. മറ്റുള്ളവർക്ക് ഇത് നിർബന്ധ ബുദ്ധിയാണെന്ന് തോന്നിപ്പോകും. താൻ ആഗ്രഹിക്കുന്നത് നടന്നില്ലെങ്കിൽ ഇവർക്ക് മുൻകോപം വരിക സ്വാഭാവികമാണ്. ഓരോ വിഷയത്തെപ്പറ്റിയും ഇവർ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കും. കാര്യങ്ങളെപ്പറ്റിയും അവ നേടാനുള്ള പോംവഴികളെപ്പറ്റിയും ചിന്തിച്ചു നിൽക്കാറില്ല. ഇതുകൊണ്ട് മറ്റുള്ളവർ ഇവരെ വീണ്ടും വിചാരമില്ലാത്തവരെന്ന് പറയും. ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറകോട്ട് പോകുന്ന സ്വഭാവം ഇവർക്കില്ല. മാത്രമല്ല, ആ ലക്ഷ്യം നേടാൻ കിണഞ്ഞ് ശ്രമിക്കുന്ന നിശ്ചയദാർഢ്യവും ഇവർക്കുണ്ട്. ഈ സ്വഭാവം കാരണം അശ്വതിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെയുള്ള ധൃതി സ്വഭാവവും പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന സ്വഭാവത്തെയും ഒന്ന് നിയന്ത്രിച്ച് ഓരോ കാര്യവും വിവേകപൂർവ്വം തീരുമാനിക്കുകയും യുക്തിപൂർവ്വം വരുംവരായികൾ ചിന്തിക്കുകയും ചെയ്ത് സാവധാനം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. കമ്പനി മാനേജർമാർ, ഭരണാധികാരികൾ, സൈന്യാധിപന്മാർ തുടങ്ങിയവർ ആത്മനിയന്ത്രണവും യുക്തിബോധവും വിവേകശക്തിയുമുള്ള അശ്വതി നക്ഷത്രക്കാരായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിന് ബലമുണ്ടെങ്കിൽ നിങ്ങളിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ സ്വാഭാവികമായി തന്നെ ഉണ്ടായിരിക്കും. അടുത്തത് കാർത്തിക. കാർത്തിക നക്ഷത്രത്തിന്റെ ഗണം അസുരഗണമാണ്. ദേവത അഗ്നിയാണ്. നക്ഷത്ര ദേവതാ മന്ത്രം ഓം ആഗ്നേയ നമ എന്നതാണ്. മൃഗം ആടാണ്. പക്ഷി പുള്ളാണ്. വൃക്ഷം അത്തിയാണ്. നാമാക്ഷരം ആയാണ്. മന്ത്രാക്ഷരം നായാണ്. പറഞ്ഞതുപോലെ തന്നെ കാർത്തിക അസുരഗണ നക്ഷത്രമാകുന്നു. ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദശകളിൽ ഇവർ നിർദ്ദിഷ്ട ദോഷപരിഹാരങ്ങൾ ചെയ്യണം. നിത്യേന സൂര്യനെയും സൂര്യന്റെ അധിദേവതയായ ശിവനെയും ഭജിക്കുന്നത് നല്ലതാണ്. അനുജന്മ നക്ഷത്രങ്ങളായ ഉത്രം, ഉത്രാടം, ജന്മനക്ഷത്രം എന്നീ നക്ഷത്രങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തണം. കാർത്തികയും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം വ്രതമെടുക്കുക. ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. സന്താനനാശമുണ്ടാക്കുന്ന കുക്ഷീവേദ ദോഷമുള്ളതിനാൽ വിശാഖവുമായി വിവാഹം പാടില്ല. ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സന്താന ഗോപാലാർച്ചന, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി എന്നിവ ഭക്തിയോടെ ചെയ്ത് ദോഷം കുറയ്ക്കണം. ചുവപ്പ്, കാവി നിറങ്ങൾ അനുകൂലമാണ്. കാർത്തികയുടെ ദേവത അഗ്നിയാണ്. ദേവതാ മന്ത്രജപം ഗുണം ചെയ്യും. കാർത്തിക നക്ഷത്രക്കാർ സമൂഹ ജീവികളാണ്. പരിചയക്കാരുടെയും സ്നേഹിതരുടെയും ഇടയിൽ എപ്പോഴും കഴിയാൻ
ഇവർ ആഗ്രഹിക്കുന്നു. ഇവർ സൽക്കാരങ്ങൾ നൽകുന്നതിലും സ്വീകരിക്കുന്നതിലും ഒരുപോലെ താല്പര്യം കാണിക്കുന്നു. മറ്റുള്ളവരോട് വളരെ സന്തോഷത്തോടു കൂടി പെരുമാറുകയും അവരുടെ മനസ്സിൽ നല്ല അഭിപ്രായം ജനിപ്പിക്കുകയും ചെയ്യുന്നു. ഇടവ ലഗ്നക്കാർക്ക് ഭംഗിയും അഴകുമുള്ള വസ്തുക്കളോട് വലിയ താല്പര്യമായിരിക്കും. പക്ഷേ അവയെ ഉപയോഗിക്കുന്നതിന് പകരം സൂക്ഷിച്ചു വയ്ക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് കലാവാസന കൂടുതലായിരിക്കും. ഇടവം രാശിയുടെ അധിപതി ശുക്രനായതുകൊണ്ട് ഇവർ അലങ്കരണത്തിലും വേഷവിധാനത്തിലും ആഭരണധാരണത്തിലും തലമുടി ചീകുന്നതിലും മറ്റും ഒരു പ്രത്യേകത വച്ചു പുലർത്തുന്നു. പൊതുവെ വലിയ കാര്യങ്ങളൊന്നും വേണമെന്ന ആഗ്രഹം ഇവർക്കില്ല. ഒരു അലസതയും മന്ദഗതിയും ഉണ്ടായിരിക്കും. വളരെ നിർബന്ധിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിൽ ഏർപ്പെടുകയുള്ളൂ. പക്ഷേ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി പൂർത്തിയാക്കുവാൻ ശ്രമിക്കുകയും പൂർത്തിയാക്കുന്നത് വരെ സമാധാനമില്ലാതെ ഇരിക്കുകയും ചെയ്യും. കാണാൻ ഭംഗിയുള്ള വസ്തുക്കളിൽ ഇവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരിക്കും. ലൈംഗിക ആസക്തിയും ഉടുത്തൊരുങ്ങി നടക്കുന്നതിനുള്ള ആസക്തിയും ഒട്ടും കുറവായിരിക്കുകയില്ല. പക്ഷേ ആഗ്രഹങ്ങളെ പുറത്തു കാണിക്കാതെ മനസ്സിൽ തന്നെ ഒതുക്കി നിർത്താനും ഇവർക്ക് കഴിയും. ധാരാളം വേണമെന്നില്ല, ഉള്ളത് ഉണ്ടായിരിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഒരു കാര്യത്തിലും ഇവർ മുന്നോട്ട് ചാടി ഇറങ്ങാറില്ല. പക്ഷേ പ്രവർത്തനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ദൃഢനിശ്ചയത്തോടുകൂടി ലക്ഷ്യത്തിലെത്തും. കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യും. തളർച്ച എന്നത് അനുഭവപ്പെടാറില്ല. യന്ത്രം പോലെ തന്നെ പ്രവർത്തിക്കും. കഴിവുകളുണ്ടെങ്കിലും സ്വന്തമായൊരു ജോലി തുടങ്ങത്തക്ക മൗലികത ഇവരിൽ കുറവായിരിക്കും. പക്ഷേ ആരെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് ഇവരെ ഏൽപ്പിച്ചു കൊടുത്താൽ അതിനെ ചുമതലയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും. ഇവർക്ക് നിർബന്ധ ബുദ്ധിയും അതിനനുസരിച്ച കോപവുമുണ്ട്. തൻ്റെ അഭിപ്രായത്തിന് എതിര് പറയുന്നവരോട് കയർക്കും. കഷ്ടപ്പാടിനെ പറ്റി ഭയമാണെങ്കിലും കുട്ടികളോടും മറ്റും വലിയ സ്നേഹം കാണിക്കും. പണമിടപാടുകൾ നടത്താൻ ഇവർക്ക് നല്ല കഴിവാണ്. വളരെ കണിശക്കാരായിരിക്കും. ധൂർത്ത് ചെലവുകളൊന്നും ചെയ്യുകയില്ല. മറ്റുള്ളവരോട് പെരുമാറ്റത്തിന് ഒരു പ്രത്യേക വശ്യതയുണ്ടായിരിക്കും. ഭാവിയെപ്പറ്റി വലുതായി ചിന്തിക്കാൻ ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് ഭാവിയെപ്പറ്റി ഇവർ വലിയ പദ്ധതികളൊന്നും തയ്യാറാക്കാറുമില്ല. ഭാവിയെപ്പറ്റി വ്യാകുലപ്പെടാതെ അന്നന്ന് കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകും. അപ്പോഴപ്പോൾ വന്നു ചേരുന്ന പരിതസ്ഥിതികളുമായി ഇവർ വളരെ വേഗത്തിൽ ഇണങ്ങിച്ചേരും. കാർത്തികക്കാരുടെ ജന്മരാശി ഇടവമായതുകൊണ്ട് ശനി അനുകൂലമാണ്. അതുകൊണ്ട് വലുതായി തോന്നുന്ന തടസ്സങ്ങളും അപകടങ്ങളും എല്ലാം ഒടുവിൽ മംഗളമായി കലാശിക്കും. വിരോധിക്കുന്നവർ അനുകൂലികളായി മാറും. ഒരു കാര്യം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഫലത്തെപ്പറ്റി പൂർണ്ണമായും ചിന്തിച്ചിട്ടേ ആരംഭിക്കുകയുള്ളൂ. നല്ല വിട്ടുവീഴ്ച മനോഭാവമുള്ളവരാണ്. എതിർത്ത് നിന്നാലും ഒടുവിൽ അനുകൂലരാകും. ആപത്തുകളും എതിരുകളും അനുഭവപ്പെട്ടാലും വല്ലാതെ നിരാശരാകാറില്ല. ഒടുവിൽ ഇവർക്ക് വിജയം ലഭിക്കുകയും ചെയ്യും. പൊതുവെ നീചപ്രവർത്തികൾ ഇവർക്ക് മടിയാണ്. സൗന്ദര്യപ്രധാനമായ പ്രവർത്തികളിൽ ഇവർ മുൻകൈ എടുക്കുകയും ചെയ്യും. അടുത്തത് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിൻ്റെ രാശി മേടം രാശിയാണ്. രാശ്യാധിപൻ ചൊവ്വയാണ്. ഭരണിയുടെ ഗണം മനുഷ്യഗണമാണ്. ദേവത യമനാണ്. നക്ഷത്ര ദേവതാ മന്ത്രം ഓം യമായ നമ എന്നതാണ്. മൃഗം ആനയാണ്. പക്ഷി പുള്ളാണ്. വൃക്ഷം നെല്ലിമരമാണ്. നാമാക്ഷരം ആയാണ്. മന്ത്രാക്ഷരം നായാണ്. ചന്ദ്ര രാഹു ശനി ദശാപഹാരകാലങ്ങളിൽ ഭരണി നക്ഷത്രക്കാർ ദോഷപരിഹാരം ചെയ്യണം. മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നിവരെ ഭജിക്കണം. അനുജന്മ നക്ഷത്രങ്ങളായ പൂരം പൂരാടം എന്നിവയിലും ജന്മനക്ഷത്ര ദിവസവും ക്ഷേത്ര ദർശനവും വ്രതവും ചെയ്യണം. നക്ഷത്ര ദിവസം ലക്ഷ്മി പൂജ അത്യുത്തമമായിരിക്കും. ക്ഷേത്രങ്ങളിൽ യക്ഷിയമ്മയ്ക്ക് യഥാശക്തി വഴിപാട് നൽകണം. ദാരിദ്ര്യമുണ്ടാക്കുന്ന കടീവേദ ദോഷമുള്ളതിനാൽ അനീഴവുമായി വിവാഹം നടത്തരുത്. ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുരുകനും ഭദ്രയ്ക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഭവനത്തിൽ ശ്രീസൂക്ത യന്ത്രധാരയും കഴിക്കേണ്ടതാണ്. വെള്ള, ഇളം നീല, ചുവപ്പ് എന്നിവ അനുകൂല നിറങ്ങളാണ്. യമനാണ് നക്ഷത്ര ദേവത. ദേവതാമന്ത്രം അതീവ ഗുണപ്രദമാകുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് മേടം ജന്മരാശിയായതുകൊണ്ട് മേടം രാശിയുടെ അധിപനായ ചൊവ്വയുടെ പട്ടാള സ്വഭാവം മനസ്സിനും പെരുമാറ്റത്തിനും ഉണ്ടായിരിക്കും. നക്ഷത്രാധിപൻ ശുക്രനായതുകൊണ്ട് ശരീരപ്രകൃതം സുന്ദരവും മൃദുലവും ശൃംഗാരപ്രധാനവുമായിരിക്കും. കാര്യങ്ങൾ പട്ടാളച്ചിട്ടയിൽ ചെയ്തു തീർക്കാനുള്ള നിർബന്ധ ബുദ്ധിയും ദൃഢമായ വിശ്വാസവും എടുത്തുചാട്ടവും വികാരപരതയും ഇവരിൽ കാണും. ഇവർക്ക് നയമായും വിനയമായും പെരുമാറുക വിഷമമാണ്. സംസാരത്തിൽ ആജ്ഞാശക്തിയും പെരുമാറ്റത്തിൽ അധികാര പ്രൗഢിയും ഗാംഭീര്യവും പ്രതിഫലിക്കും. വലിയ അഭിമാനികളായതുകൊണ്ട് ആരുടെയും മുൻപേ തലകുനിക്കുകയോ ആർക്കും കീഴടങ്ങുകയോ ചെയ്യില്ല. ഇതിവർക്ക് മരണതുല്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും ഇവർ ദൂരെ മാറിക്കളയുന്നു. മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുമെങ്കിലും സ്വന്തം അഭിപ്രായമനുസരിച്ച് മാത്രം പ്രവർത്തിക്കും. ജാതകത്തിൽ ചൊവ്വ ദുർബലനായിരുന്നാൽ വിപരീത അഭിപ്രായം പറയുന്നവരോട് അമർഷം രേഖപ്പെടുത്തും. ചിലപ്പോൾ ശകാരിക്കുകയും ചെയ്യും. എല്ലാ കാര്യത്തിലും ഇവർ മടിച്ചു നിൽക്കാതെ പ്രവർത്തിക്കുകയും മുന്നേറുകയും ചെയ്യും. പ്രവർത്തനങ്ങളിൽ ഇവർ വലിയ ഉത്സാഹം കാണിക്കുന്നത് കൊണ്ട്
പല പ്രവർത്തനങ്ങളിലും പരാജയപ്പെടേണ്ടതായും വരും. ഇവർ നിരാശരാകാതെ ശുഭാപ്തി വിശ്വാസികളായി പ്രവർത്തനം തുടരുകയും ചെയ്യും. ഭരണി നക്ഷത്രക്കാർ പൊതുവെ സ്വാർത്ഥികളും സങ്കുചിത ഹൃദയരുമാണ്. ഏത് പ്രവർത്തനത്തിലും തനിക്കെന്ത് നേട്ടം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. എല്ലായ്പ്പോഴും എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇവർക്ക് മറ്റു പ്രവർത്തനങ്ങളെപ്പറ്റി ചിന്തിക്കുക വിഷമമാണ്. മറ്റുള്ളവർ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ നല്ലപോലെ ചെയ്യുമെങ്കിലും മൗലികമായി ഒന്നും ചെയ്യുകയില്ല. ഇവർക്ക് പുതുതായി ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. ഉള്ളതിനെ പരിഷ്കരിച്ച് അവതരിപ്പിക്കും. ചൊവ്വയുടെ പ്രഭാവമുള്ളത് കാരണം പ്രവർത്തനങ്ങളിൽ വീണ്ടുവിചാരമില്ലാതെ ഏർപ്പെടും. വിവാഹം, ബിസിനസ് തുടങ്ങിയ അതിപ്രധാന കാര്യങ്ങൾ പോലും ഇവർ ആവേശമായിട്ടാണ് ചെയ്യാറുള്ളത്. പലപ്പോഴും ലക്ഷ്യപ്രാപ്തിക്ക് കൃത്രിമ മാർഗങ്ങൾ സ്വീകരിക്കാൻ മടിക്കുകയുമില്ല. സാധാരണയായി ദീർഘദർശിത്വം വേണ്ട പ്രവർത്തനങ്ങളിൽ ഇവർ ഇടപെടാറേയില്ല. ഇടപാടുകളിൽ ഇവർ കണിശക്കാരാണ്. രേഖാമൂലമല്ലെങ്കിൽ തന്നെയും പറയുന്ന വാക്ക് കൃത്യമായി പാലിക്കും. കടം വാങ്ങിക്കുന്നതും മറ്റും കൃത്യമായി തന്നെ മടക്കി കൊടുക്കും. സാധാരണയായി നല്ല വാഗ്മികളാണ്. പ്രസംഗപാഠവും അധ്യാപന വൈദഗ്ധ്യവും ഉണ്ടായിരിക്കും. ബന്ധുക്കളുമായി അടുക്കാനും ഇടപഴകാനും ലയിച്ചു ചേരാനും ഭരണിക്കാർക്ക് വിഷമമാണ്. അതുകൊണ്ട് ബന്ധുക്കളുമായുള്ള ബന്ധം ദൃഢമായിരിക്കുകയില്ല. ഭരണിക്കാർക്ക് പൊതുവെ ബന്ധുക്കളും കുറവായിരിക്കും. മാത്രമല്ല ഇവർ ചെറുപ്പത്തിൽ തന്നെ ബന്ധുക്കളിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്യും. വൈകാരിക ഉത്തേജനം മുന്നിട്ട് നിൽക്കും. ഇവർ ഉഭയരാശി ലഗ്നക്കാരായതിനാൽ ദ്വിഭാര്യന്മാരും സ്ത്രീകളോട് വളരെ ആസക്തിയുള്ളവരുമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും സ്വാതന്ത്ര്യ ബുദ്ധി കാണിക്കുന്നതിനോടൊപ്പം ആജ്ഞാശക്തിയും പ്രദർശിപ്പിക്കും. മത്സരവും തടസ്സവും എതിർപ്പുമില്ലാതെ ഇവർക്ക് ഒരു പ്രവർത്തനത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. പല കാര്യങ്ങളും കേസ് കൊടുത്ത് തന്നെ നേരിടേണ്ടി വരും. സർക്കാർ ആനുകൂല്യം കുറവായിരിക്കും. ഭരണി നക്ഷത്രക്കാരെ അനിഷ്ടചിന്തയും അജ്ഞതാഭയവും സദാ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്നിനെപ്പറ്റിയും ഖേദിക്കാത്തവരാണെങ്കിലും നിസാര പരാജയങ്ങളെപ്പറ്റിയും വൈഷമ്യങ്ങളെപ്പറ്റിയും ചിന്തിച്ച് വിഷമിക്കും. ചെറിയ വാക്കുതർക്കങ്ങൾ മതി ഇവരെ വ്യാകുലപ്പെടുത്താൻ. ഈ വ്യാകുലത അടക്കാൻ സാധിക്കാത്തത് കാരണം മുഖത്ത് പ്രതിഫലിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ ദുഃഖത്തെ സ്വീകരിക്കാനും അവരെ സമാധാനപ്പെടുത്തുവാനുമുള്ള ആശ്വാസവാക്കുകൾ പറയാനും ഇവർക്കറിയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർ തന്നെപ്പറ്റി എന്ത് വിചാരിക്കുമെന്ന ചിന്തയും ഇവരെ ശല്യപ്പെടുത്താറോ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാറോ ഇല്ല.